വൈൻഡ് അപ്പ് ചെയ്യാനും വേണ്ടി സമയമായിരിക്കും. ഇത്തരം മീനിന്റെ പെട്ടി ശരിക്കും നിറഞ്ഞിരിക്കുകയാണ്. ഇഷ്ടം പോലെ മീനാണ്. മീനുകൾ ധാരാളമാകുമ്പോൾ നമ്മളുടെ വീഡിയോ ഗംഭീരമാകും. ഒരു കണ്ണൻചാളയും മറ്റേന്തോന്ന് അറിയാൻ വയ്യ. എന്താന്ന് പറഞ്ഞാൽ രണ്ട് മീനുകൾ ഞാൻ നമുക്ക് ഒന്ന് കാണിക്കാൻ ഒന്ന്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ അനൂപ് വിജയമോഹൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഴക്കടലിൽ പോയി കൊമ്പൻ സ്രാവുകളെ വേട്ടയാടുക എന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കൊമ്പില്ലാത്ത സ്രാവുകളെ നമ്മൾ വേട്ടയാടുന്നതായിരിക്കും. അന്നേരം ഇന്ന് ഇപ്പൊ ശരിക്കും അർദ്ധരാത്രിയാണ്. നമ്മൾ അബുദാബിയിലാണ് ഫിഷിംഗ് തുടങ്ങാനും വേണ്ടി ഇരിക്കുന്നത്. അന്നേരം നമ്മൾ അലയിൽ നിന്ന് പോകുന്നത് ഓക്കെ. അന്നേരം അർദ്ധരാത്രി 4 മണി ആയിരിക്കുകയാണ്. അന്നേരം ഞങ്ങള് എന്താ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ആഴക്കടലിലോട്ട് ഫിഷിങ്ങിന് വേണ്ടി പോവുകയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് കൊമ്പൻ സ്രാവുകളെ വേട്ടയാടാൻ വേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അന്നേരം നമ്മളിപ്പോൾ കടലിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരു ഫിഷിംഗ് സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പുറത്തായിട്ട് നമുക്ക് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതായിട്ട് ദൂരെ കാണാനും വേണ്ടി പറ്റുന്നുണ്ട്. അന്നേരം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫിഷിംഗ് ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ഫിഷ് ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യത്തെ മീൻ കിട്ടിയിരിക്കുകയാണ്. ഭയങ്കര വലുപ്പമുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൊമ്പൻ സ്രാവിന്റെ ചെറുതാണെന്ന് തോന്നുന്നു. അതിനെ നമുക്ക് വെച്ചിരിക്കുകയാണ്. ഒന്ന് കാണിച്ചാൽ ഒന്ന് കാണിച്ചില്ലേ. ആദ്യത്തെ മീനാണ്. ഇത്രയും ചെറിയ മീൻ തോട്ടി പോലും ഇല്ല. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളെ കടലിലുള്ള ഫിഷിങ്ങിന്റെ ഇടയിൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള മീനാണ് ഈ നീന്തി തുടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിന്ന സ്ഥലത്ത് പൊതുവെ ഫിഷിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് കൂടുതൽ ഫിഷിൻ്റെ അവൈലബിലിറ്റി ഉള്ള സ്ഥലത്തോട്ട് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം പോകുന്നത് ഏകദേശം 49-50 km/h വേഗതയിലാണ്. ശരിക്കും ഞങ്ങൾ ഏറ്റവും ബോട്ടിൻ്റെ പുറകിലായിട്ട് വന്നിരിക്കുകയാണ്. പുറകിലാകുമ്പോഴത്തേക്ക് പൊതുവെ ഓളങ്ങളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. എന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സ്നാക്സുകളൊക്കെ കഴിക്കുകയാണ്. അന്നേരം വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ്. ശരിക്കും ഫിഷിംഗ് എന്നതിന് ഉപരി നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു യാത്രയും കൂടി ഇതായിരുന്നു. നമ്മളോടൊപ്പം സിയാദും റോണിയായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ വെച്ച് അണത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു കപ്പൽ കണ്ടത്. അന്നേരം കപ്പലിനെ ഓവർടേക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വളരെ സൂപ്പറായിട്ടുണ്ട്. ഷിപ്പിനെയൊക്കെ ഇത്രയും അടുത്ത് ഓവർടേക്ക് ചെയ്തൊക്കെ പോകുന്ന ജീവിതത്തിൽ നമ്മളുടെ ഒരു ആദ്യത്തെ അനുഭവമായിട്ട് തന്നെ പറയാം. അടുത്ത ഫിഷിംഗ് സ്പോട്ട് നോക്കിയിട്ട് നമ്മളെ ബോട്ട് ഒതുക്കുവാണ്. ഇവിടെ ചികറി പാഞ്ഞ ഒരു 50 km/h വന്നിട്ട് നമ്മളിപ്പോൾ നേരെ ഒതുക്കുവാണ്. ഇപ്പം ഇവിടുത്തെ ഈ ഒരു മീനിൻ്റെ അവൈലബിലിറ്റിയും ഒക്കെ നോക്കിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാൻ വേണ്ടിയുള്ളത്. ശരിക്കും ഒരു കൊമ്പൻ സ്രാവ് ഒരു ചെറുതിനെങ്കിലും കൊണ്ടുപോയാലൊക്കെ നമ്മളുടെ അഭിമാനത്തിന് അതൊരു കോട്ടകരമാവുന്നതുള്ളത് കൊണ്ട് നമ്മളൊരു സ്രാവിനെ അത് നമ്മൾ തന്നെ പിടിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം വീണ്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടുകൂടി നമ്മൾ പറഞ്ഞു. സുഹൃത്തുക്കളെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോർഡറുകളും ദശയൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് M55 എന്ന് പറയുന്ന സംഭവം. 2 സൈസ് ഉണ്ട്, ഗ്രീനും റെഡും ഒക്കെ ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രീൻ ആൻഡ് റെഡ്? ഈ പുള്ളിക്കാരന് ഇതിനെ കുറിച്ച് വലിയ പിടിയില്ലെന്ന് തോന്നുന്നു. അന്നേരം എന്താന്ന് പറഞ്ഞാൽ ഇത് സോളാർ സിസ്റ്റം ആണ്. അന്നേരം ഈ സോളാർ മുഖാന്തരമാണ് ഇത് കത്തിയൊക്കെ ചെയ്യുന്നത്. ദുരവസ്ഥ. അന്നേരം ശരിക്കും പറയാം സുഹൃത്തുക്കൾ, നമ്മൾ 1 മണിക്കൂർ നമ്മളെ നീണ്ട ചൂണ്ടിടയിന് ശേഷം നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഒക്കെ പൊതുവെ മീനിന്റെ അവൈലബിലിറ്റി കുറവാണ്. ഇനിയിപ്പോ നമ്മുടെ കടലിൽ ഇറങ്ങി പിടിക്കേണ്ടി വരും. അന്നേരം നമ്മള് കുറച്ച് നേരമാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവസാനം കടലിൽ ഇറങ്ങി ചൂണ്ടിടുന്നതായിരിക്കും. തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ പിടിക്കും. അതാണ് പണ്ട് നമ്മൾ അറബിക്കടലിൽ ചൂണ്ടിട്ടുണ്ട് അത്ര ഒരു കൊമ്പൻ സ്രാവുള്ള തോർത്തോട്ട് പിടിക്കാൻ നമ്മളെ വേറെ വെറൈറ്റി ഉണ്ട്. ആ ഐറ്റം നമ്മള് വേറെ നിവർത്തിയിലേക്ക് എടുക്കുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞ ഇവിടെ മീനിന്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് നമ്മളുടെ അണ്ണന്റെ പേരെന്തായിരുന്നു? നിതിനണ്ണൻ തിരുവനന്തപുരംകാരാണ്. അന്നേരം നമ്മളെ നിതിനണ്ണൻ പറഞ്ഞത് പ്രകാരം നമ്മളിനി ഓപ്പൺ സീയിലോട്ടുള്ള യാത്ര തുടരുകയാണ്.
സുഹൃത്തുക്കളെ, അന്നേരം നമ്മൾ ഈ പാതാളക്കരണ്ടി അവിടെ നിന്ന് എടുത്തിരിക്കുക. നമ്മളെ ബോട്ട് ഇവിടെ നിർത്തി തരാൻ വേണ്ടി ഈ പാതാളക്കരണ്ടി ആഴങ്ങളിലോട്ട് നമ്മൾ തള്ളി വിടും. അന്നേരം ഈ കാണുന്നതാണ് പാതാളക്കരണ്ടി. ഇതിനിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് തോട. അതിനുശേഷം ഈ ഒരു സാധനം നമ്മളെ ഗോഡൗണിനകത്തോട്ട് നമ്മൾ തട്ടുവാണ്. ഗോഡൗൺ നിറയെ ഇഷ്ടം പോലെ വെള്ളം ഇരിപ്പുണ്ട്. ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഇനിയിപ്പം ആഴക്കടലുകളിലോട്ട് പോവുകയാണ്. ശരിക്കും ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കരകളൊക്കെ കാണാനും വേണ്ടി പറ്റും, കപ്പലുകളൊക്കെ അടുത്ത് കാണാനും വേണ്ടി പറ്റും. നമ്മൾ ഇനിയിപ്പം ആഴക്കടലിലോട്ട് പോവാണ്. ആഴക്കടലിലോട്ട് എത്ര കിലോമീറ്റർ ഉണ്ടോ? അന്നേരം ഏകദേശം ഇനി ഒരു 30 കിലോമീറ്റർ കവർ ചെയ്തിട്ട് നമ്മൾ ആഴക്കടലിലോട്ട് പിന്നെയും പോവുകയാണ്. നമ്മളെ GPS-നകത്ത് സ്പീഡ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളുടെ സ്റ്റിയറിങ്. സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മൾ ആഴക്കടലിലോട്ട് വെച്ച് അണത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ബോട്ടിൻ്റെ വേഗത ഇപ്പോൾ ഏകദേശം 80 km/h. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഴക്കടലിൽ കപ്പലൊക്കെ ഓടിച്ചുകൊണ്ടിരുന്ന ആൾ പയ്യെ പയ്യെ കിടപ്പാവാനും വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. പുള്ളി പയ്യെ കുലുങ്ങി ഇരിക്കുകയാണ്. ബിനുവണ്ണനും സിയാദൊക്കെ ഫ്രണ്ടിലിരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ള വേവുകളും കുലുക്കും ഒക്കെയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളെ ക്യാമറ നനഞ്ഞിരിക്കുകയാണ്. ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. കടല് ഭയങ്കര പ്രക്ഷുബ്ധമായി. കടല് പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. രക്ഷയില്ല. ആഴക്കടലില് വേവാക്കിയിരിക്കുകയാണ്. ഭയങ്കര ഇതായി. നമ്മളെ പ്രതീക്ഷിച്ചതിൽ നമ്മളെ കണ്ണാടിയെല്ലാം നനഞ്ഞിരിക്കുകയാണ്. കണ്ണാടിയെ ഭയപ്പെടില്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാലാവസ്ഥ ഭയങ്കര മോശമായിട്ടുള്ള സമയത്തായിരുന്നു സുഹൃത്തുക്കളെ നമ്മൾ യാത്ര തിരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരിക്കും യാത്ര ഭയങ്കര മോശമായിരുന്നു. കടൽ ഭയങ്കര ശുഭിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര കുലുക്കവും കാര്യങ്ങളും ക്ഷീണമൊക്കെ ആയിരുന്നു എല്ലാവർക്കും പറ്റിയത്. എന്തുമാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്റ്റെബിലൈസേഷൻ പോലും നമ്മളെ വർക്ക് ചെയ്യാത്ത രീതിയിലുള്ള അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നാവികസേനയിലെ മേധാവിയൊക്കെ പയ്യെ പേടിച്ച് വിറച്ച് കരയുന്ന സീനുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാടക്കടലിലെത്തി. ചുറ്റും കര കാണാൻ പറ്റാത്ത കടല്. കടലെന്താന്ന് അറിഞ്ഞുകൂടാൻ പറ്റാത്ത അവസ്ഥയാണ് സുഹൃത്തുക്കളെ. വേവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ആണെങ്കിൽ ഒടുക്കത്തെ വേവ്. ഒരു വിധത്തിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ തവിട് പൊടി. അതുമാതിരി ഏതാണ്ട് വേവുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ടോ, ഒരു രക്ഷയില്ല. അയ്യോ, എല്ലാ എന്തൊക്കെയോ സംഭവിച്ച പോലെ. കന്നി മത്സ്യത്തെ നമ്മൾ പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കന്നി മത്സ്യം പിടിച്ചിരിക്കുക. ഈ മീനിന്റെ പേരെന്തുവാ? ഹമ്മൂർ. ഹമ്മൂറിനെയാണ് നമ്മളിപ്പം കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 കിലോ വരുമായിരിക്കും അല്ലേ? ഓക്കെ, 1/2 കിലോ കൂടുതലുണ്ടെന്നാണ് നമ്മളെ ബായി പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മൾ ആഴക്കടലിന്റെ ആദ്യത്തെ മത്സ്യത്തെ നമ്മൾ പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അന്നേരം നമ്മള് അറഞ്ചും പുറഞ്ചും ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. റോണി ഇവിടെ അറ്റത്തിരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. നമ്മളെ ഭയങ്കര 1/2 കിലോ ഉള്ളൊരു മീനെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ കൊമ്പൻ സ്രാവുകൾ അതിന് വേണ്ടിയിട്ടുള്ള ചൂണ്ടകൾ റെഡി ആയിട്ട് കൊമ്പില്ലാത്ത സ്രാവുകൾ. സോറി, നമ്മള് എന്തിന് വലിയ വേവുകളാണ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഇതൊരു 6 അടിയോളം വേവുണ്ടല്ലേ. നമ്മൾ ഈ ജിമ്പല് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും അതിന്റെ ഒരു ഫീൽ മനസ്സിലാവുന്നില്ല അല്ലേ. ഭയങ്കര തീർച്ചയായും ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ ചൂണ്ടൽ പ്രകാരം നിങ്ങൾക്കൊരു 5 ഇഞ്ച് വലിപ്പമുള്ള അല്ലേ. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഞാനിപ്പോ പിടിച്ചു നിന്ന് ഏതാ എര വല്ല ഇട്ടിട്ടുണ്ടോ? അയ്യോ, വിജയമോഹനൻ അനൂപ് വിജയമോഹനൻ സ്രാവിന് വേണ്ടി ചൂണ്ടയിട്ടിരിക്കുകയാണ്. പുള്ളി പൊക്കുകയാണ് സുഹൃത്തുക്കളെ, ചൂണ്ട പൊക്കുകയാണ്. അതിനകത്ത് ഒന്നുമില്ല കേട്ടോ സുഹൃത്തുക്കളെ. വലിയ മീനെ പിടിച്ചിരിക്കുകയാണ്. നമ്മളെ ബിനുവണ്ണന്റെ ബിഗ് ഫിഷ് പൊങ്ങി വരികയാണ് സുഹൃത്തുക്കളെ. പൊങ്ങി വരികയാണ്. നമ്മളെ ബിനുവണ്ണന്റെ മീൻ പൊങ്ങിയിരിക്കുകയാണ്. നമ്മളുടെ അടുത്ത മനോഹരമായ വലിയ ഫിഷിനെ നമ്മൾ പൊക്കിയിരിക്കുകയാണ്. ഒന്ന് കാണിക്കോ? ബിനുവണ്ണൻ ഗീ ജയ് ആണ് റുബീസ്. ഇതിലും വലിയ മീനുകൾ നമ്മളെ അടുത്ത പിടിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. നമ്മൾ ശരിക്കും വളരെ പയ്യാണ് ബോട്ട് ഓടിക്കുന്നത്. എന്നിട്ട് പോലും ഈ വേവുകൾ ഒരു രക്ഷയില്ലാത്തതാണ്. ചെയ്യാതെ അല്ല, ദൈവം എന്നെ ചൂണ്ടിട്ടത് ഫുള്ള് മൊത്തം കെട്ടായിട്ട് റോണി എടുത്ത് ചൂണ്ട അഴിക്കുകയാണ്. മൊത്തം കുരുക്കിയിരിക്കുകയാണ്. അയ്യോ,
ഇതിലേക്കൂടെ ചൂണ്ടയിടുന്നതായിരിക്കത്തില്ല. അതൊക്കെ ചുറ്റി ചുറ്റി എടുത്തേക്കെ. അയ്യോ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മള് ബോട്ടിന്റെ മുനമ്പത്ത് വന്ന് നിന്നിട്ട് ചെറിയ ചൂണ്ടയൊക്കെ ഇട്ട് ചൂണ്ട നമ്മളെ തങ്കീസ് നമ്മളെ കയ്യിലുണ്ട്, അതുകാട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. വലിയ വലിയ ബിഗ് ഫിഷുകളെ ക്യാച്ച് ചെയ്യുക എന്നുള്ള സ്വപ്നത്തോടെയാണ് രണ്ട് മീനുകളൊക്കെ ഇട്ടിരിക്കുകയാണ്. ഒരു കണ്ണൻ ചാളയും മറ്റേതെന്തോന്ന് അറിയാൻ വയ്യ. എന്താന്ന് പറഞ്ഞാൽ രണ്ട് മീനുകളൊക്കെ ഇട്ടിരിക്കുകയാണ്. അത് ഒരേപോലുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് ടിൻസ് മീനുകളെയാണ് ഇപ്പോൾ റോണി പിടിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ നേവിയിലൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വാളൊക്കെ കിടന്ന് അറിഞ്ഞൂടാ. പുള്ളി 20-30 കൊല്ലം അവിടൊക്കെ പണിയെടുത്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് അറിഞ്ഞ പറഞ്ഞ വാള് വെക്കുകയാണ് സുഹൃത്തുക്കളെ, അറിഞ്ഞ പറഞ്ഞ വാള് വെക്കുകയാണ്. ഷനവാസ് ഭായി एक हाय बोलो सब्सक्राइबर में. ഒരാൾക്ക് ഓരോരോ ചുമപ്പ മീനെ പിടിക്കാൻ പറ്റിയിട്ടില്ല, അത് നമ്മൾ തന്നെ അവസാനം പിടിക്കേണ്ടി വന്നു. ബിരിയാണിനൊക്കെ അവിടെ വെച്ചിരിക്കുന്നുണ്ട്. നമ്മളെ അടുത്ത ഘട്ടത്തിലെ മീനുകൾ നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. കൊത്തു വെള്ളം നമ്മളിങ്ങനെ മടിച്ചു നോക്കിയതാണ്, അതാണ് നമ്മൾക്ക് കാണാൻ പറ്റിയത്. അയ്യോ, 2 ഉണ്ടായിരുന്നു നേരത്തെ കേട്ടോ. സിയാദേ ബോട്ട് എടുത്തില്ല, എടുക്കാൻ പോന്നേ ഉള്ളു. ആ ഇത് കണ്ടത് ട്രയല്, ഇനി കാണാൻ പോകുന്നത് ആട്ടം. അമ്പോ, നമ്മൾ ആഴക്കടലിലെ അടുത്ത ഫിഷിംഗ് സ്പോട്ടിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് പയ്യാണ് എടുക്കുന്നത്, എന്നിട്ട് പോലും വേവ് കാരണം നമുക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ് സുഹൃത്തുക്കളെ. ഇതിലേ ആ മുഴപ്പിടിക്കുമ്പോ ഭയങ്കര പുള്ളിക്കാരുടെ വീട് കണ്ടിരുന്ന് ഉറങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഉറങ്ങുകയാണ്. സീ സിക്നസിന്റെ ഒരു അപാര നീലിമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 30 വർഷം നേവിയിലൊക്കെ ജോലി ചെയ്തതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഏക്കത്തില്ലെന്ന് പറഞ്ഞ ആളാണ്. എനിക്ക് തോന്നുന്നു പുള്ളി ഈ പാചകത്തിൽ എന്തോ നേവിയില് മലന്ന് കിടന്നുറങ്ങുകയാണ്. പുള്ളി നേവിയില് പാചകത്തിൽ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. കിടപ്പ് കിടഞ്ഞ് അന്ന് കിടക്കുന്ന കണ്ടില്ലേ, വെട്ടിയിട്ട് പാടത്തൊണ്ട് പോലെ. സുഹൃത്തുക്കളെ, അവസാനം വന്ന് തലയാണോ സുനാമിയാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ഇങ്ങനെ കിടന്ന് പൊങ്ങുന്നു, എന്തൊക്കെയോ കിടന്ന് താഴുന്നു. എല്ലാം മായ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ പിന്നെ ഈ പട്ടാളത്തിലൊന്നും പോകാത്തോണ്ട് നമുക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങാനൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതൊക്കെ എന്തിനു തിരകള് അങ്ങനത്തെ. എന്നിട്ട് നമ്മളുടെ ഒരു എന്റർടൈൻമെന്റ് പേരിൽ ഇറങ്ങിയാണ്. ശരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അഡ്വഞ്ചറായിട്ടുള്ളൊരു ട്രിപ്പ് എൻജോയ് ചെയ്യാനും വേണ്ടി പറ്റി. ശരിക്കും നമ്മൾ ഇതിനേക്കാളും വലിയ എൻജോയ്മെന്റ് ഒക്കെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കായൽ മച്ചാനും പുഴ മച്ചാനും തോടും മച്ചാനും ഒക്കെ വരുന്നതിന് മുമ്പുള്ള അന്നായിരുന്നു ഞാൻ റോഡിങ്. അന്ന് ഞാൻ ഇപ്പോഴും ആ കുട്ടിക്കാലത്തിന്റെ ആ ഒരു കഥ ഓർക്കുന്നുണ്ട്. നമ്മളൊരു മറ്റേ ചാളത്തടിക്കകത്ത് പോകുന്നില്ലേ, അന്ന് ഞങ്ങൾക്ക് 2 സ്രാവുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. പുണ്യെണ്ണ ഓർമ്മയില്ലായിരുന്നു നമ്മളെ പണ്ടില്ല ചാളത്തടി പോയി സ്രാവിനെ പിടിച്ചത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ കളക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാത്തിനാണ് കിട്ടിയതിനെല്ലാം നമ്മൾ ഐസ് ബോക്സിൽ ആക്കി കൊണ്ടുപോവുകയാണ്. കടലിൽ പിടിച്ചൊരു പ്രക്ഷുബ്ധമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം അറേബ്യൻ സീ ആണ്. ആ കാണുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഏകദേശം ഇറാനാണ്. പിന്നെ ഇച്ചിരി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഖത്തർ, സൗദി, കുവൈറ്റ് ആ ഒരു ഏരിയ ഒക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ നമ്മൾ പോകാമെങ്കിൽ നമുക്ക് അവിടെ ഖത്തറിൽ പോയി ജോയോണിനെ കണ്ടിട്ട് വരാം. നമ്മുടെ ഏകദേശമൊക്കെ അടുത്ത് എന്ത് പറന്ന് പോയാലും ആ കിടക്കുന്ന മാത്രം പറന്നു പോകാൻ നോക്കിയാൽ ബാക്കിയൊന്നും പ്രശ്നമില്ല, നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളു. ആരും പേടിക്കണ്ട, നമ്മളോട് എത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളും ഈ സീ സിക്നസ് വന്ന് പലരും വീണ് പോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒരു ഒറ്റ മനോബലത്തിന്റെ പുറത്ത് ബിരുവണ്ണ നമ്മളിപ്പോഴും ആക്റ്റീവായിട്ട് നമ്മളെ ബോട്ടിനെ ലീഡ് ചെയ്യുന്നുണ്ട്. വളരെ വലിയ തിരകളിങ്ങനെ ആടി ഒലിയുകയാണ്. പുഷ്പം പോയി അന്നേരം പോയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ ആർമി
പാകിസ്ഥാൻ ആർമിയെ വരെ വിറപ്പിച്ചോണ്ടിരുന്ന ആളാണ്. ആർമിയെ ഒറ്റയ്ക്ക് നിന്ന് വെടിവെച്ചിട്ട ആളാണ്. അവിടെ ഇപ്പൊ അവിടെ കെട്ടിയിട്ടല്ല വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ നല്ല വളരെ വിശാലമായിട്ടുള്ളതാണ്. ഇതിടയ്ക്ക് വെച്ചിട്ട് 3-4 ഡോൾഫിനുകളെ നമ്മളെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പ്രത്യേകം നമ്മൾ ഡോൾഫിനെ നേരിട്ട് കണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ വീഡിയോ എടുക്കാനും വേണ്ടി നമുക്ക് സമയം കിട്ടിയില്ല. നമ്മളങ്ങനെ ഒരു ഷിപ്പിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആർക്കെങ്കിലും ഡോൾഫിനെ അതായത് കടലിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ ഒമാൻ മൊസാന ട്രിപ്പ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഡോൾഫിനുകളുണ്ട്, കാണാൻ പറ്റുന്നതായിരിക്കും. അടുത്ത ഷിപ്പിന് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കരയിലോട്ട്. സമയം ഇപ്പം ഏകദേശം 12 മണിയായിട്ടുണ്ട്. 6 മണിക്കായിരുന്നു നമ്മളെ ഫിഷിങ് തുടങ്ങിയിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫിഷുകളെ പിടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തന്നെ അടുത്തൊരു ഇൻട്രസ്റ്റ് ആണ് പോയല്ലേ. അതാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ ഫിഷിനെ പിടിച്ചില്ല. നമുക്ക് വേണ്ടുന്ന അത്യാവശ്യം അല്ലേ ഫിഷുകളെ മാത്രമേ നമ്മൾ പിടിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ നേരെ തിരിച്ചു പോയി. വളരെ രസകരമായിട്ടുള്ളൊരു യാത്രയാണ്. നമ്മളുടെ ഫിഷിന്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഫിഷുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഫിഷുകളെ അതൊരു പകുതിയോളം ഫിഷുകളെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് പിടിച്ചതാണ്. എന്നാലും നമുക്ക് കുഴപ്പമില്ല എന്നാണ് അനൂപ് പറയുന്നെങ്കിലും അതല്ല സത്യം. അതിന്റെ ചെയ്യാൻ വേണ്ടി സമയമായിരിക്കും. ഇത്രയും മീനുകളെയാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. ഒരു പകുതിയോളം മീൻ നമ്മൾ ഒറ്റയ്ക്ക് പിടിച്ചെങ്കിൽ പോലും ബാക്കിയുള്ളവരുടെയൊക്കെ സീ സിക്നസും കാര്യങ്ങളൊക്കെ വന്ന് എല്ലാവരും ഒക്കെ കിടപ്പിലായതിന്റെ ഭാഗമായിട്ട് ശരിക്കും പറയാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഇത്രയും പകുതിയോളം മീനുകളെ പിടിക്കേണ്ടി വരും. അതിനും കുഴപ്പമില്ല. അവർക്ക് അത്യാവശ്യം എല്ലാവർക്കും കൊടുത്തു തരാൻ വേണ്ടിയുള്ള മീനുകളെ നമ്മൾ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അത് കൂടാതെ തന്നെ ഇനി ആർക്കെങ്കിലും ഒക്കെ കടലിൽ പോയി മീൻ പിടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്തും കൊടുത്തിരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.